നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ അവസാനത്തേതായിട്ടുള്ള കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,440ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അതായത് കൊല്ലവർഷം അനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 2-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 27-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമി തിഥിയാണ്. ദശമി തിഥി 5 മണി വൈകിട്ട് 5:22 വരെയുള്ള സമയത്ത് ദശമി തിഥിയുണ്ട്. ഇന്ന് കരണം വരുന്നത് വിഷ്ടി കരണമാണ്. അതും 5:22 വരെയുണ്ട് വൈകിട്ട്. നിത്യയോഗം വരുന്നത് ഘർഷണനാമ നിത്യയോഗമാണ്. രാത്രി 10:59 വരെയുള്ള സമയത്ത് ഈ ഘർഷണനാമ നിത്യയോഗം വരുന്നു. ഇന്നത്തെ നാൾ വരുന്നത് മകയിരം നാളാണ്. അതും ഇന്ന് പകൽ മുഴുവനും രാത്രി 2 മണി 5 മണി വരെയുള്ള സമയത്ത് മകയിരം നാൾ തന്നെയാണ്. ഞാറ്റുവേല മകമാണ്. ഇന്ന് ദിവസം വരുന്നത് തിങ്കൾ, അതായത് ചന്ദ്രന്റെ കാലഹോരയെ തുടങ്ങുന്ന ദിവസമാണ്. ഇത് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:52 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:36:34 അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും വ്യത്യാസം തെക്ക് വടക്ക് ദിശകളിലേക്കും പോകുമ്പോൾ ഉണ്ടാകുന്നതാണ്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 17 മിനിറ്റ് 42 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. ഇന്ന് ദോഷകാലങ്ങളായ രാഹുഗുളിക യമകണ്ഠക കാലങ്ങളിൽ രാഹുകാലം വരുന്നത് രാവിലെ 7:51 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:59 തുടങ്ങി 3:32 വരെയുള്ള സമയത്താണ്. യമകണ്ഠകൻ കാലം വരുന്നത് 10:55 തുടങ്ങി 12:27 വരെയുള്ള സമയത്താണ്. പൊതുവെ ഈ 3 കാലങ്ങളും യാത്രയ്ക്ക് വർജ്യമാണ്. അതുപോലെ ശുഭകാര്യങ്ങൾക്ക് നിഷേധിച്ചിട്ടുള്ള സമയങ്ങളാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രത്തിലുള്ളവർക്കാണ്. ഇന്ന് ചന്ദ്രൻ 8ാം ഭാവത്തിൽ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക, പുതിയ സംരംഭങ്ങൾ, വളരെ പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെ ഇന്ന് വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:03 തുടങ്ങി 12:25 വരെയും തുടർന്ന് 12:29 മുതൽക്ക് 12:51 വരെയുമാണ്. 12:03 മുതൽക്ക് 12:51 വരെയാണ് മധ്യത്തിലുള്ള 4 മിനിറ്റ്. അതിൻ്റെ മധ്യം വിടേണ്ടതാണ്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നോക്കാവുന്നതാണ്. നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠ അയോധ്യയിൽ നടന്നത് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നാള് വരുന്നത് മകയിരം നക്ഷത്രമാണ്. പൗഷ്ടിക കർമ്മങ്ങൾക്കും അതുപോലെ യാത്ര, ദേവപ്രതിഷ്ഠ, വിവാഹം മുതലായിട്ടുള്ള രാജഗ്രഹം, ദേവഗ്രഹം മുതലായിട്ടുള്ളവ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നതിനും ഒക്കെ നല്ല അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വിവാഹത്തിനും ഭൂഷണാദി നൂതന സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുക മുതലായവയ്ക്കൊക്കെയും മകയിരം നക്ഷത്രം അനുകൂലമാണ്. ദശമി തിഥിയും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾ, ഗജകാര്യം, അശ്വകാര്യം അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുക, യാത്ര, അതുപോലെ ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ ഇന്നത്തെ തിഥിയും നാളും അനുകൂലമാണ്. നമസ്കാരം.